എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, ഒക്ടോബർ 15-ാം തീയതി നമ്മുടെ PSC കുറച്ച് പുതിയ നോട്ടിഫിക്കേഷനുകളൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന 2 നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഡിഗ്രി ലെവൽ യോഗ്യത വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി 2026-ൽ നടക്കാൻ പോകുന്ന ഒരുപാട് വേക്കൻസികൾ വരുന്നതും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതുമായ 2 നോട്ടിഫിക്കേഷനുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. രണ്ടും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷനുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 2 നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. ഗസറ്റ് ഡേറ്റ് നമുക്ക് 15/10/2025 ഡേറ്റില് 2 കാറ്റഗറി നമ്പറിൽ ഡിഗ്രി ലെവലുകാർക്ക് വേണ്ടിയിട്ട് 2 പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് രണ്ടും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുക. ഓക്കെ, അതിൽ ആദ്യത്തത് 382/2025 കാറ്റഗറി നമ്പർ 382/2025 ഗസറ്റ് നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില പൊതുമേഖലാ സ്ഥാപനങ്ങളായ നമ്മുടെ KSFE, പിന്നെ KSEB, പിന്നെ KMML, കെൽട്രോൺ ഇതുപോലെയുള്ള കുറെ സ്ഥാപനങ്ങളിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, പിന്നെ ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ് ഇങ്ങനെ പറഞ്ഞ കുറെ പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങൾ. ഓക്കെ, കാരണം ഇതിൽ വേക്കൻസീസ് എല്ലാം ആന്റിസിപ്പേറ്റഡ് ആണ്, അത് കൃത്യമായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല. അതുപോലെ സ്കെയിൽ ഓഫ് എന്ന് പറഞ്ഞാൽ അതാത് കമ്പനി, കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡ് അവരെന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ സ്കെയിലിലേക്കുള്ള വേതനങ്ങൾ അവിടെ കിട്ടും. ഓക്കെ, നമ്മളിപ്പോ അതൊന്നും ചിന്തിക്കേണ്ട, നമുക്ക് നോക്കാനുള്ളത് ഡിഗ്രി ലെവലുകാർക്ക് വേണ്ടി വന്നിട്ടുള്ള ഈ പോസ്റ്റുകളാണ്. നമ്മൾ അത് അപ്ലൈ ചെയ്യാനുള്ളതാണ് ഇപ്പൊ നോക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു അസിസ്റ്റന്റ് തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ യോഗ്യതയായിട്ട് വെച്ചിരിക്കുന്നത് BA, BSc അല്ലെങ്കിൽ BCom ഡിഗ്രി ഉള്ളവർക്കാണ്. ഒരു റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA, BSc, BCom യോഗ്യത ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു തസ്തിക അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊഴികെ മറ്റ് ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് പറയുന്നത് കാരണം മസ്റ്റ് പൊസസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ BA, BSc, BCom ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ ഡിഗ്രി കൊടുത്തേക്കുമ്പോൾ BA ആയിരിക്കണം, അല്ലെങ്കിൽ BSc ആയിരിക്കണം, അല്ലെങ്കിൽ BCom ആയിരിക്കണം. ഈ യോഗ്യത ഉള്ളവർക്കാണ് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. 382/2025 ആണ് കാറ്റഗറി നമ്പർ. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 19/11/2025 ആണ്. നവംബർ 19-ാം തീയതിയാണ് അവസാന ഡേറ്റ് വരുന്നത്. ഓക്കെ, അതുവരെ ഒന്നും നിങ്ങൾ കാത്തു നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാമോ അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് പഠിക്കാനുള്ള നടപടികളും നിങ്ങൾ തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടു. ഇതിന്റെ ഏജ് ലിമിറ്റ് 18-36 ആണ് കേട്ടോ. മിനിമം 18 വയസ്സും മാക്സിമം 36 വയസ്സുമാണ്. അതായത് 2-1-1989-നും 1-1-2007-നും ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, ആ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതിനിടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു കാറ്റഗറി നമ്പർ 382/2025. ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു തസ്തികയാണ് കാറ്റഗറി നമ്പർ 383/2025. അതായത് KSRTC, KLD ബോർഡ് ഇങ്ങനെയുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്നതാണ് ഏത്, കാറ്റഗറി നമ്പർ 383/2025. അത് നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2, LD ക്ലർക്ക്, അതുപോലെ ഫീൽഡ് അസിസ്റ്റന്റ് ഇങ്ങനെ കുറെ തസ്തികകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത് 2 കാറ്റഗറി നമ്പറായിട്ട് വിളിച്ചിട്ടുള്ളത്. 2ആയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലും ഒറ്റ പരീക്ഷയായിട്ടായിരിക്കും ഇത് നടത്തുക. ഡിഗ്രി ലെവൽ പ്രിലിമിനറിയും ഡിഗ്രി ലെവൽ മെയിൻസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഓരോ പരീക്ഷ, അത് പ്രിലിമിനറി ഒരു പരീക്ഷ, മെയിൻ ഒരു പരീക്ഷ, അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ എന്ത് ചെയ്യും, 2 കാറ്റഗറി നമ്പറിനും 2ആയിട്ട് റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് കൈവരുന്ന ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ് ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അസിസ്റ്റന്റ് എന്ന് പറയുക. കാരണം ഏകദേശം 3000-നടുത്ത് വരെ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള പോസ്റ്റുകളാണ്. കാരണം ഇത്രയും നിയമനങ്ങൾ ഒരു തസ്തികയിലും നമുക്കങ്ങനെ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന പരീക്ഷയിൽ ഇത്രയും നിയമനങ്ങൾ നടക്കുന്നത് ഈ പറഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലാണ്. അപ്പോൾ 2 കാറ്റഗറിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. രണ്ടിനകത്തും ഒരേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറയുന്നത്, BA, BSc അല്ലെങ്കിൽ BCom.
ഇതിലേതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും ഒരേ ക്വാളിഫിക്കേഷൻ, ഒരേ ഏജ് ലിമിറ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. കാറ്റഗറി നമ്പർ മാത്രം രണ്ടാന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് കാറ്റഗറി നമ്പർ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഒരെണ്ണം അപ്ലൈ ചെയ്താൽ അതിൽ മാത്രമേ നിങ്ങളെ പരിഗണിക്കുള്ളൂ. അപ്പോൾ 382 2025, 383 2025 രണ്ട് കാറ്റഗറി നമ്പർ അടുത്തടുത്ത് തന്നെ പ്രൊഫൈലിൽ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, രണ്ടും അപ്ലൈ ചെയ്യുക. രണ്ടിനും പഠിക്കേണ്ടത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്, പരീക്ഷ നടക്കുന്നതും ഒരേ ഡേറ്റിൽ തന്നെയാണ്. പക്ഷെ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ മാത്രം രണ്ടാക്കി ഇടും എന്നൊരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇതിന്റെ അവസാന തീയതി November 19 അതുവരെ ഒന്നും കാത്തു നിൽക്കണ്ട. ഇന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, അപ്പോ ഇത് 2026 പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഗെയിൻ നോളജ് മിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അതായത് ഡിഗ്രി ലെവലിൽ 2 ബാച്ചുകളാണ് ആരംഭിക്കുക. ഒരെണ്ണം രാത്രി 8 മണിക്കാണ് ക്ലാസ് നടക്കുക, 8 മണി മുതൽ 9 മണി വരെ. മറ്റൊരു ബാച്ച് വരുന്നത് രാവിലെ 5:30 മുതൽ 6:30 വരെ. നിങ്ങൾക്ക് ഏതാണോ സമയം കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ ബാച്ചിലേക്ക് ചേരാം. ഒറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾ ഒരു ബാച്ചിലേക്ക് പരിഗണിക്കുക പരമാവധി 25 പേരെ മാത്രമായിരിക്കും പരിഗണിക്കുക. ഇതില് രാത്രി 8 മണിയുടെ ബാച്ച് നമ്മൾ October 17 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അവർക്കുള്ള ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 17 നമ്മൾ അതിന്റെ ക്ലാസ് ആരംഭിക്കും. രാവിലെ 5:30 ബാച്ച് ആണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, October 20 മുതൽ അതിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഓക്കെ, രണ്ടിലേതാണോ നിങ്ങൾക്ക് അതിന്റെ സൗകര്യം അനുസരിച്ച് ചേരാം. 25 പേർക്ക് മാത്രമാണ് അഡ്മിഷൻ. വളരെ കുറഞ്ഞ ഫീസിൽ ഈ പ്രിലിമിനറി മെയിൻ ഉൾപ്പെടെ ഒരു 1 ഇയർ കോഴ്സായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ പഠിച്ചെടുക്കാം. ഇതിന്റെ പരീക്ഷ ഏകദേശം പ്രതീക്ഷിക്കുന്നത് ഒരു April May മാസങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കുക. അതിനുശേഷം ഒരു മെയിൻസ് എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബറോട് കൂടി എന്ത് ചെയ്യാം, നമുക്ക് നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തവണ സെക്കൻഡ് ടെസ്റ്റിന് നടന്നതുപോലെ ഒക്ടോബറോട് കൂടി എന്ത് ചെയ്യുക, സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷയും നടക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒക്ടോബറിൽ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് എന്ത് ചെയ്യാം, പ്രിലിമിനറി മെയിൻ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഗെയിൻ നോളജ് മിഷന്റെ ഭാഗമായി പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ 2 ബാച്ചിൽ കൺവീനിയന്റ് അതിനകത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ ആരംഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്ലാസ്സുകളുടെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, ലൈവ് ക്ലാസ് ആണ്. ക്ലാസ്സിൽ തന്നെ നോട്ടും എഴുതി പോകുന്ന സംവിധാനമാണ്. നമുക്ക് റെക്കോർഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. കാരണം അതിൻ്റെതായ ഒരുപാട് പോരായ്മകളുണ്ട്. മിക്കവാറും കൂടുതൽ നിങ്ങൾ മടിയന്മാരായി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഒരിക്കലും ആ ഒരു രീതിയിലാകാൻ പാടില്ല. നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പഠിച്ചു വരണം. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ 1 മണിക്കൂർ അവിടെ ലൈവായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ പഠിപ്പിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്ന ദൗത്യം. അതാണ് ഞങ്ങളുടെ മിഷന്റെ പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കാൻ സാധിക്കാത്തവർക്ക് അവരുടെ ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് അവരോടൊപ്പം നിന്ന് എന്ത് ചെയ്യുന്നു, അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് ഗെയിൻ നോളജ് മിഷന്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ലൈവ് ക്ലാസ് ആണ്. ക്ലാസ്സിൽ തന്നെ നോട്ട് ഉൾപ്പെടെ പ്രിപ്പയർ ചെയ്താണ് നമ്മൾ പോവുക. ഓക്കെ, ഇനി ക്ലാസ് മിസ്സാകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് റെക്കോർഡ് ക്ലാസ് അല്ല കൊടുക്കുക. നമ്മൾ ഇതിന്റെ നോട്ട് തയ്യാറാക്കി വളരെ സിമ്പിളാക്കി തന്നെ പഠിച്ച് പെട്ടെന്ന് നോട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരുന്നതാണ് നമ്മളുടെ രീതി. ഓക്കെ, എന്തായാലും എല്ലാ ദിവസവും എല്ലാവർക്കും ക്ലാസ് മിസ്സാകത്തില്ല. 1-2 ക്ലാസ് ഒക്കെ ഇടയ്ക്കൊക്കെ മിസ്സായി എന്ത് ചെയ്യും, അതിനനുസരിച്ച് നോട്ട് തയ്യാറാക്കി അയച്ചു തരാം. അപ്പോൾ ഗെയിൻ നോളജ് മിഷന്റെ ഭാഗമായി നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് ഡിഗ്രി ലെവലിന്റെ ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ LGSകാർക്ക് മാത്രമായി ഒരു സെപ്പറേറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം LGSന്റെ സിലബസ് മറ്റ് സിലബസ് പോലെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് LGSകാർക്ക് മാത്രമായി ഒരു പ്രത്യേക ബാച്ചും നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതും ഈ ആഴ്ച തന്നെയാണ് തുടങ്ങുക. രാത്രി 8 മണിക്കാണ് അതിന്റെ ക്ലാസ് വരെ. 8 മണി മുതൽ 9 മണി വരെ ആയിരിക്കും. കമ്പനി ബോർഡ് LGS, അത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷയാണ്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും, ഡിഗ്രി ഇല്ലാത്തവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു തസ്തികയും കൂടിയാണ്. പഠിക്കാനും വളരെ സിമ്പിളാണ്, ഒരുപാട് കണ്ടന്റും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ, അതേസമയം 10 മുതൽ ഡിഗ്രി വരെ യോഗ്യത ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജനറൽ കോഴ്സിൽ ചേരാം. ആ ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് 10 മുതൽ ഡിഗ്രി വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഏത് പരീക്ഷ എഴുതിയാലും കയറി പറ്റാൻ പറ്റുന്ന രീതിയിൽ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന 3, 10, +2 ഡിഗ്രി 3 ലെവലും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് ഒറ്റ കോഴ്സായിട്ടാണ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ 3 ലെവൽ കോഴ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു കോഴ്സിലൂടെ തന്നെ കിട്ടും. ഓക്കെ, ഒരു 1 ഇയർ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ മറ്റെങ്ങും പിന്നീട് പോകേണ്ടി വരത്തില്ല. ആ ഒരൊറ്റ കോഴ്സിലൂടെ എന്ത് ചെയ്യാം, മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റും. ഏത് പരീക്ഷയും അനായാസം കൈകാര്യം ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. നമ്മൾ കോമൺ കോഴ്സ് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് കൊടുക്കാറ്. അതായത് ഏത് പരീക്ഷ എഴുതിയാലും കിട്ടണം. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഒരു സർക്കാർ ജോലി നേടുക എന്നതാണ്. ഓക്കെ, അപ്പൊ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് തന്നെ നേടും എന്ന് വാശി പിടിച്ചിരിക്കേണ്ട. നമുക്ക് കിട്ടുന്നതിൽ എന്ത് ചെയ്യുക, കയറുക. അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, അടുത്തതിന് തയ്യാറെടുക്കുക. എന്തായാലും നമ്മൾ മാക്സിമം ശ്രമിക്കുക. എല്ലാവർക്കും ഉയർന്ന തസ്തികയിൽ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ ഡിസംബർ 20-ാം തീയതിയാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായി, നമുക്ക് ഓൾറെഡി ജനറൽ ബാച്ച് ഒക്കെ തുടങ്ങിയതാണ്, അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായി ഒരു ബാച്ച് ഒക്ടോബർ 20-ാം തീയതി മുതൽ നടക്കുന്നുണ്ട്. രാത്രി 10 മണി മുതൽ 11 മണി വരെയാണ് അതിന്റെ സമയം. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ അതിനകത്തുള്ളൂ. നിങ്ങൾക്കറിയാം 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് പരീക്ഷകളിൽ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, 20-ൽ 20ഉം തീർച്ചയായും 100% മാർക്കും നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ ഗെയിൻ നോളജ് മിഷന്റെ ഒരു കറണ്ട് അഫയേഴ്സ് ഇ ബുക്ക് പബ്ലിക്കേഷൻ ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. വരുന്ന പരീക്ഷകളിലെല്ലാം ഒരു 10 മാർക്കെങ്കിലും എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് ചോദിച്ചാൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇക്കഴിഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷയ്ക്ക് ആദ്യത്തെ പരീക്ഷയിൽ 8 മാർക്കിനും രണ്ടാമത് നടന്ന പരീക്ഷയിൽ 11 മാർക്കിനും നമ്മളുടെ ആ കറണ്ട് അഫയേഴ്സ് ഇ ബുക്കുകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സിലബസുമായി കണക്ട് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് മാത്രമേ ആ ഇ ബുക്കിനകത്തുള്ളൂ. ഒരുപാട് വലിച്ചു വാരിയൊന്നും തന്നിട്ടില്ല. നമ്മുടെ സിലബസിൽ എന്താണോ PSC പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തി തന്നിട്ടുള്ളത്. നിങ്ങൾ ആ ഡിഗ്രി ലെവലിന്റെ ഒക്കെ സിലബസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓരോ ടോപ്പിക്കിന് താഴെയും കറണ്ട് അഫയേഴ്സ് ടു റിലവന്റ് ടോപ്പിക് എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ആ ഒരു രീതിയിൽ തന്നെ 10 ടോപ്പിക്കായി തിരിച്ചുകൊണ്ട് 10 സെറ്റ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇ ബുക്കുകൾ പബ്ലിഷ് ചെയ്യുക. മന്ത്ലി ഇ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഇയർലി ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ ഇ ബുക്കായിട്ടും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വളരെ തുച്ഛമായ നിരക്ക്, മന്ത്ലി ഇ ബുക്കിനൊക്കെ വെറും 25 രൂപ മാത്രമേ ഉള്ളൂ, വലിയ റേറ്റ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുക 10 ടോപ്പിക്കായി തിരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിന്റെയും അതാത് മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഗെയിൻ നോളജ് മിഷന്റെ ആക്ടിവിറ്റീസിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ പുതുതായി തുടങ്ങുന്ന 3 ബാച്ചുകൾ, ഒന്ന് ഡിഗ്രി ലെവൽ വരുന്ന കോമൺ കോഴ്സ്, മറ്റൊന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്ക്, മറ്റൊന്ന് LGS കമ്പനി ബോർഡ് LGSന്റെ വരാൻ പോകുന്നതിനൊക്കെയുള്ള പരീക്ഷയ്ക്കുള്ള ക്ലാസ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതിനകത്തേക്ക് നിങ്ങൾക്ക് ചേരാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല അടിപൊളി വർഷമായി 2026 മാറട്ടെ എന്ന് ഇപ്പോഴേ ആശംസിക്കുന്നു. ഇപ്പോഴേ പഠനം തുടങ്ങുക. പരീക്ഷ എടുത്ത് പലർക്കും ഉള്ള രീതിയാണ് കൺഫർമേഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, പഠിക്കാൻ തുടങ്ങും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോഴേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ തുടങ്ങും. എല്ലാവരും ഇവിടെ തന്നെ ചേരണമെന്ന് പറയില്ല, കാരണം ഇവിടെ നമുക്ക് 25 പേർക്ക് അഡ്മിഷൻ ഉള്ളൂ. എന്നിരുന്നാലും സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ എന്തെങ്കിലും അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാണുന്ന നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഈ 2 നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക, ഇന്ന് തന്നെ പഠനവും തുടങ്ങുക. ഓക്കെ, താങ്ക് യു.